ദേശീയപാത ഉദ്ഘാടനം മന്ത്രി റിയാസിനെ ഒഴിവാക്കിയത് വിവാദമാകുന്നു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. സംസ്ഥാന സർക്കാരിന്റെ കൂടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സർക്കാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കില്ല. സമാന്തര ഉദ്ഘാടനത്തിന് സംസ്ഥാന സർക്കാർ 2014 മുടങ്ങിപ്പോയ ദേശീയപാത പദ്ധതി 2016 ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലിലൂടെയാണ് പുനരാരംഭിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം രാമനാട്ടുകര 6 പാതയുമാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സമാന്തര ഉദ്ഘാടനം നടക്കുന്നുണ്ട്. കാസർകോട്ട് CH കുഞ്ഞമ്പും വെങ്ങളത്ത് റിയാസും ഉദ്ഘാടനം ചെയ്യും. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ റിയാസ് റോഡ് ഷോ നടത്തും. ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ ഉണ്ടായിരിക്കേണ്ട മന്ത്രിക്ക് ക്ഷണമില്ലാതിരിക്കുന്നത് ശരിയല്ലെന്നും ജനാധിപത്യപരമായ മര്യാദയല്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തെ അപമാനിക്കുന്ന നടപടിയാണിത്. ജനങ്ങൾ എല്ലാം മനസ്സിലാക്കും. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജനശബ്ദം.